ഹലോ വ്യൂവേഴ്സ്, ഞങ്ങൾക്ക് ബ്രെഡ് കൊണ്ട് ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഒരു 4 ബ്രെഡ്, ഇതേമാതിരി 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് റവ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് സവാള ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ഇതേമാതിരി ക്യാപ്സിക്കം ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒരു വലിയ തക്കാളിയുടെ പകുതി ഇതേമാതിരി, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി, ഇതേമാതിരി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, മുളക് പൊടി ഒരു 1/4 സ്പൂൺ വേണം, ഗരം മസാലപ്പൊടി ഒരു 1/4 സ്പൂണ്, പിന്നെ പച്ചമുളക് ഒരു 2 ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണം. ഇത്ര സാധനമാണ് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം നമുക്ക് ഈ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡ് ഇതുമാതിരി പൊടിച്ചെടുത്തു. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ബ്രെഡ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇത് കലക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തക്കാളി, പിന്നെ സവാള, ക്യാപ്സിക്കം, പിന്നെ പൊടികൾ ഉപ്പ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പച്ചമുളക്, ഇഞ്ചി. നിങ്ങൾക്ക് ഇതിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഇതിൽ കൂട്ടാം കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂട്ടാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ദോശ ഉണ്ടാക്കില്ലേ, ദോശമാവിൻ്റെ അളവിൽ വേണം. ഇതേ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ദോശമാവ് കലക്കണില്ലേ, അതേമാതിരി വേണം. ഇപ്പം കണ്ടില്ലേ, ബാറ്ററിൻ്റെ പാകം ഇതാണ്. കണ്ടില്ലേ, ഇതേമാതിരി ഇരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇത് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റവ് കത്തിച്ച് അതിലേക്ക് നമ്മൾ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഈ ദോശച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ തവ ചൂടായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സിമ്മിലാക്കിയിട്ട് വെക്കണം ഗ്യാസ്. ഇനി നമുക്കിത് ഒരു കയ്യിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. നാല് ഭാഗം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരും മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം. മാവ് പരത്തിയിട്ട് ഞാൻ അടച്ചു വെച്ച് കൊട്ടിയിരുന്നു കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് മറച്ചിടാം. കണ്ടില്ലേ, ഇനി നമുക്ക് ബാക്കിയുള്ള കൊണ്ട് അതേമാതിരി ഉണ്ടാക്കിയെടുക്കാം.
എണ്ണ ഒഴിക്കണം എന്നില്ല കേട്ടല്ലേ, നല്ല സോഫ്റ്റാണ്, ഒഴിച്ചാലും നല്ലതാണ്. ഇപ്പം നമ്മുടെ ബ്രെഡ് ഊത്തപ്പം റെഡിയായി. ഇത് നമുക്ക് കാലത്ത് ടിഫിൻ്റെ കൂടെ അല്ലെങ്കിൽ 4 മണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, വയ്ക്കാൻ പാടില്ല. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.